ആശാനേ ഞാനൊന്ന് ശൂഷിക്കാൻ പോയിപ്പോഴേക്കും ആശാന ഇവിടെ വേട്ട തുടങ്ങിയിട്ടാ. ആശാന്റെ ഇപ്പൊ ഒരു സ്രാഗിനെ പൊക്കി കരപ്പയിലിട്ട് കാണിച്ചിടാന്നാണ്ടാ പറയണ. അപ്പൊ അതിനുള്ള പ്രിപ്പറേഷനിലാണ് പുള്ളി സൈക്കിളിലേക്കാക്കി മീനെ പിടിക്കാനായിട്ട്. കണ്ട വില്ലനാണ്ടാ. കാണാനൊന്നും പറ്റൂല, നമ്മുടെ പൊട്ട ക്യാമറ കണ്ണിൽ കാണാൻ പറ്റുന്നുണ്ട്. ആ പൊക്കെ എടുത്ത് ഇപ്പോൾ കാണാൻ പറ്റും. കണ്ടാ അയ്യ അടിപൊളി കരിമീൻ കണ്ടാ. ഇതും നമ്മുടെ ചട്ടിയിൽ ഒരു ചിമിട്ടം കതിരാനെ ഇപ്പോൾ തോണ്ടിയെടുക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നോക്ക് നോക്ക് ഇളക്ക് കിട്ടും കിട്ടും. ഓഹ് അത് നല്ല സെറ്റപ്പ് കതിരാനാണ് കേട്ടോ. എടുത്തോ കിട്ടി. അത് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ, നല്ല ചിമ്പിട്ടം കതിര. ഇത് നമ്മുടെ മറൈൻ ഡ്രൈവിൽ നിന്നാണ്ട് ഇതൊക്കെ പിടിക്കണം, ആരും തെറ്റിയിരിക്കണ്ട. കണ്ട ചിമ്മിട്ടം കതിര. അപ്പൊ അടുത്ത സ്രാഗിനെ പ്രിൻസ് ഏട്ടൻ ടാർഗറ്റ് വെച്ചിട്ട് ഇതേ നോക്കി വിളിച്ച് വരുത്താനുണ്ട് കേട്ടോ മക്കളെ. പ്രിൻസ് ഏട്ടൻ അതിവിദഗ്ധമായിട്ട് അതിനെ പൊക്കിയെടുത്ത് നൈസായിട്ട് പൊക്കിയെടുത്തട്ടാ. കണമ്പാണ് കേട്ടോ, ഒരു അതിന് നല്ല അത്യാവശ്യം നല്ല വലിയ കണമ്പാണ് കേട്ടോ. നമ്മുടെ കണ്ണിൽപ്പെടുന്ന എല്ലാ സാധനത്തിനെയും നമ്മ അങ്ങോട്ട് പൊക്കും. ഓക്കെ, ഞാനൊരെണ്ണത്തിന് പിടിച്ച് കിറ്റിലാക്കണ മുമ്പ് തന്നെ പ്രിൻസ് ഏട്ടൻ്റെ അടുത്തേനെ അങ്ങോട്ട് പൊക്കാൻ വേണ്ട. അങ്ങനെ നമ്മുടെ ഫിഷിങ് കണ്ടിട്ടുണ്ടാ, കുറച്ച് ചേട്ടന്മാർ നമ്മുടെ അടുത്തോട്ട് എത്തി നോക്കണേണ്ട നമ്മൾ എന്താണ് ചെയ്യണത്, എങ്ങനെയാണ് പിടിക്കണേന്നൊക്കെ. അപ്പോൾ ഇവരുടെ സംസാരം കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവർ അന്യ സംസ്ഥാന തൊഴിലാളികളാണ്. പ്രിൻസ് ഏട്ടനാണെങ്കിൽ കണ്ട മീനെ കോൺസെൻട്രേറ്റ് ചെയ്ത് അപ്പം തന്നെ ഇതേ അടുത്ത സാധനത്തിന് അങ്ങോട്ട് പൊക്കിയിട്ടാ. ഞണ്ടാണ് അടുത്ത് കഴിഞ്ഞത്. അപ്പോൾ തന്നെ ഇവർ ഭയങ്കര ക്രേസായിട്ട് ഇവരതിനെ ചാടി പിടിക്കാൻ പോകുന്നത്. ഞാൻ അവരോട് പറയണ്ട അങ്ങനെ ചാടി പിടിക്കല്ലേ, കടി കിട്ടോട്ടാന്ന്. പക്ഷെ പുള്ളിക്കാരൻ കണ്ട അതേ ചെരുപ്പും കൊണ്ട് ചവിട്ടി പിടിച്ച് അതിനെ നേരെ പിടിക്കാൻ പോകുമ്പോൾ പിന്നെ ഞാൻ വേണ്ടെന്ന് പറയും. അങ്ങനെ പുള്ളി ചെരുപ്പും കൊണ്ട് പിടിച്ച് ഞണ്ട് കണ്ട കടിച്ച് പിടിച്ചേനേണ്ട പുള്ളിക്കാരൻ്റെ ചെരുപ്പിൽ. പുള്ളി ഇതിനെക്കുറിച്ച് പറയണ്ട. അപ്പം ഞാൻ വിചാരിച്ച് പുള്ളിക്ക് നല്ല ഇതിനെക്കുറിച്ച് നല്ല അറിവുണ്ടായിരിക്കുമോ എന്നൊക്കെ. പിന്നീടാണ് പുള്ളിയുടെ വെപ്രാളമൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് പുള്ളിക്ക് ഇതിനെക്കുറിച്ചൊരു തേങ്ങ അറിയാൻ പാടില്ലെന്ന്. അപ്പോൾ തന്നെ പുള്ളിയുടെ ഒരു കൂട്ടുകാരൻ കണ്ട അതിനെ മേടിച്ച് അതിൻ്റെ കാലൊക്കെ ഒടിച്ച് ഇതേ കണ്ട സെറ്റാക്കി. അപ്പോൾ തന്നെ പുള്ളി ചെയ്യാന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ട് പുള്ളി ചെറുതായിട്ടൊരു വഴക്കൊക്കെ ഇട്ട് അങ്ങനെ എന്നിട്ട് ഇതേ നമ്മുടെ കിറ്റിലോട്ട് അവരങ്ങോട്ട് ഇട്ട് തന്നിട്ടാ. അങ്ങനെ നമ്മൾ അടുത്ത മീനെ ലക്ഷ്യമാക്കി ഒക്കെ കണ്ട അവർ പറയണ ബാജേട്ടാ നമുക്ക് കാണിച്ചു തരാം, നമുക്ക് പിടിക്കാേട്ടാ മീനെന്ന് പറഞ്ഞിട്ട് അവർ നമ്മുടെ കൂടെ കൂടിയിട്ട് അങ്ങനെ ഓരോരോ മീനെ അവരും സ്പോട്ട് ചെയ്ത് നമുക്ക് കാണിച്ചു കഴിഞ്ഞാൽ എന്താ. ഞാനപ്പോൾ കണ്ട ആരോ വിളിക്കുന്നതായിട്ട് തോന്നിയിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും അപ്പോൾ ഫ്രണ്ട്സ് ചേട്ടൻ അടുത്ത രണ്ടിനെയും കൂടി ലോക്ക് ചെയ്ത് വെച്ചാൽ കണ്ട ഇതൊക്കെ കണ്ട കല്ലിൻ്റെ ഇടയിൽ പോയി കഴിഞ്ഞാൽ അനങ്ങാണ്ടിരിക്കുമെന്നു. അപ്പോൾ നമ്മൾ അതാണെങ്കിൽ നമ്മൾ വലയ്ക്ക് കയറുന്നവരെയും ക്ഷമാപൂർവ്വം നിൽക്കണം കണ്ടോ. അപ്പോൾ കുറച്ച് കാണികളെയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവർക്കും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇച്ചിരി അടിപൊളിയായിട്ടൊക്കെ ഇരിക്കണേ. അപ്പോൾ ആ ഞണ്ട് പയ്യനെ കയറുന്നുണ്ട്. അപ്പോൾ ആ ഞണ്ടിനെ ഞാൻ പൊക്കിയെടുത്ത്. ഓ ഭയ്യ ബോൽ ദിയാ ना उसको ले. हाँ उसको ले आप. हाँ उसको लेके हाँ आप लेके जाओ. ठीक है एक पकड़ो है. नहीं अरे महाराज കടിച്ച് പുള്ളി ആ വേദന സഹിച്ചിട്ട് പുള്ളിയുടെ കിളി പോയിട്ടാ. പുള്ളി ഒന്നും മിണ്ടണില്ല. കുഴപ്പമില്ല, കാലൊക്കെ കടിച്ചെടുത്തിട്ടുണ്ട് കണ്ട. പുള്ളിയുടെ കൈ സീന് ഒരു പാളക്കരിമീനാണ് കേട്ടോ. അത് ജസ്റ്റ് മിസ്. ഷോ നിങ്ങൾക്കൊന്നും ഭാഗ്യമില്ലേ ഗൈസ്, ഞങ്ങൾക്ക് വീഡിയോ എടുത്തില്ലെങ്കിൽ കണ്ട ഒരു 5-6 വാള ഇപ്പോൾ കയറിയാണ്. വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്കൊന്നും ഒരു ഭാഗ്യമില്ല കേട്ടോ. നിങ്ങൾ സബ്സ്ക്രൈബും ഷെയറൊന്നും ചെയ്യാത്തതുകൊണ്ടാണ്. അടുത്ത വാള വരും എന്ന് വിശ്വസിക്കുന്നു. ലോക്ക് ചെയ്തിട്ടുണ്ട്. ലോക്കാണ്, അത് നമുക്ക് തന്നെയാണ്. അത് കണ്ടോ നല്ല വ്യക്തമായിട്ട് എനിക്ക് ഇതിൽ തന്നെയാണ് കണ്ടോ. നല്ല പാളക്കരിമീൻ ഫ്രണ്ട്സായിട്ട് നമ്മൊന്നും ചെയ്യണ്ട. അതുപോലെ തന്നെ നമ്മുടെ കിറ്റിലെടുത്തിട്ട് കുഴപ്പമില്ല.
പുള്ളി ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് പുള്ളിക്ക് പിടിക്കാൻ ഒരു ശോകം ഉണ്ടോ, പുള്ളി നമുക്ക് കിട്ടുമെന്ന്. ഇനി നമുക്ക് അവിടെ മീനുണ്ടെന്നൊക്കെ പറഞ്ഞ് അവർ നമ്മളെ വിളിച്ചുകൊണ്ട് പോണേ. നമ്മൾ വർക്ക് എടുത്താൽ മാത്രം മതി, മീനായി കഴിഞ്ഞാൽ അവർ കാണിക്കും. മനസ്സിലുണ്ടെങ്കിൽ ഓണായിട്ടാ നോക്കാം. നമുക്ക് എവിടെയാണ് പുള്ളി കണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പോയിട്ടുണ്ടാവും കേട്ടോ. ഇതൊക്കെ സഞ്ചരിക്കണ മത്സ്യങ്ങളല്ലേ, നോക്കാം നമുക്ക്. ഇത്ര നേരം ഇവിടെ ഉണ്ടായെന്ന് പറയണം. കുഴപ്പമില്ല, പോണെങ്കിൽ പോട്ടെ. നമ്മുടെ അട്ടിക്ക് കയറാൻ ഭാഗ്യമില്ലെന്ന് വിചാരിച്ചാൽ മതിയല്ലോ. ഉണ്ടോ അവിടെ എന്തെങ്കിലും? അവിടെ ഒരു ഞണ്ട് ചെറുതുണ്ട് കേട്ടോ. അപ്പം അതിനെ ക്ഷമയോടുകൂടി അതിനെ പിടിക്കണം. ക്ഷമ മസ്റ്റാണ് വെച്ചാനേ. ചൂണ്ടുള്ള പിള്ളേരേക്കൊക്കെ നല്ല ക്ഷമയുണ്ടാവും. ഉണ്ടാ, അപ്പം അതിനെ കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വേറെ ഞണ്ടിനെ കൂടി തോണ്ടിയെടുത്തട്ടാ. 2 ഞണ്ടിനെ തോണ്ടിയെടുത്ത് കാണിച്ചേട്ടെ. ഉണ്ടോ, പുറത്തോട്ട് പോയിടാം, അല്ലെങ്കിൽ ഇത് തിരിച്ച് വെള്ളത്തിലോട്ട് തന്നെ പോകും. അങ്ങനെ ഒരെണ്ണം ഇവിടെ മച്ചാൻ वो टूट करना पड़ेगा। ये नहीं है, वो कोई दिक्कत नहीं, वो पैर है ना, वो टूट करना है। ये देखो, हाँ हाँ, वो शू में देखो. ഇനി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ലെറ്റ്സ് ഗോ എന്നാണ് പറയുന്നത്. ഓക്കെ, മണിപ്പൂർ ഭയ, മണിപ്പൂർ ലോക്ക്. നമ്മ എല്ലാ പണിയും കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നേക്കണേ. ഫ്രണ്ട്സിൻ്റെ വീട്ടിലാക്കി കൊടുക്കണേ കേട്ടാ. നമ്മൾ എന്തോരം നമുക്ക് സംഗതികൾ ഹണ്ടിങ്ങിന് കിട്ടിയെന്നൊക്കെ നോക്കണ്ടേ. നമുക്ക് ജസ്റ്റ് വട്ടവരൊക്കെ കോരിയാണ്ട് പിടിച്ച് നമ്മൾ ഇവിടെ നിലത്തിടും. അപ്പോൾ നമുക്ക് കാണാം എന്തോരം കിട്ടിയെന്നൊക്കെ. ഓക്കെ, ഫ്രണ്ട്സിനെ കേട്ടാ. ഞണ്ടൊക്കെ ഓടി പോ. ദൈവമേ, ഓടിച്ചിട്ട് കളിയാ ഇത്? ഫുട്ബോൾ കളിയാ? നരമ്പങ്കാലൊന്നും ഓടിച്ചില്ല. അപ്പോൾ കണ്ട, അത്യാവശ്യം ഞങ്ങൾക്ക് 2 പേർക്കും കറി വെക്കാനുള്ള ഞണ്ടിനെ കിട്ടിയിട്ടുണ്ട്. ഞണ്ടിനെ എപ്പോഴും കമത്തിയിടണം, അതാകുമ്പോൾ അത് ഓടൂല. നമ്മൾ കണ്ട മെയിൻ കാല് മാത്രമേ അതിൻ്റെ ഓടിച്ചിട്ടുള്ളൂ. അത് നൊരമ്പങ്കാലെന്ന് പറയും. അത് നിരങ്ങിപ്പോവാനായിട്ട്. പങ്കായക്കാല് നീണ്ട അതൊന്നും നമ്മൾ ഓടിച്ചിട്ടില്ല. അത് പൊടിച്ചാൽ അത് ചത്തു. ഞാൻ കണ്ട കരിമീൻ, ശീലാവ്,